സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സ്, ഘടനയും സവിശേഷതകളും എന്ന വിഷയത്തിലേക്ക് നമുക്കൊരു ആഴത്തിലുള്ള നോട്ടം നൽകാം. നിങ്ങളുടെ കമ്പ്യൂട്ടറുകൾ, എന്തിനേറെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ എല്ലാം പിന്നിലുള്ള ചില അടിസ്ഥാന ഡിസൈനുകൾ, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. നമ്മൾ പ്രധാനമായും വോൺ ന്യൂമാൻ, പിന്നെ ഹാർവാർഡ് ആർക്കിടെക്ചറുകൾ, ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ അഥവാ ISA, RISC തത്വങ്ങൾ, അതോടൊപ്പം മൾട്ടി പ്രോസസർ, മൾട്ടി കോർ, പിന്നെ നമ്മുടെ മൊബൈൽ ആർക്കിടെക്ചറുകൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ കമ്പ്യൂട്ടിംഗ് ലോകത്തെ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം, അല്ലേ? നമുക്കാദ്യം തുടങ്ങാം. ജോൺ വോൺ ന്യൂമൻ രൂപകൽപ്പന ചെയ്ത ക്ലാസിക് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ. ഇതിന്റെ പ്രധാന ഭാഗങ്ങൾന്ന് പറഞ്ഞാൽ ഒരു CPU ഉണ്ടാവും, ഒരു മെമ്മറി യൂണിറ്റ്, പിന്നെ IO ഡിവൈസസ്. പിന്നെ ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ സ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം ബസ് എന്ന് പറയും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിർദ്ദേശങ്ങൾ, അതായത് ഇൻസ്ട്രക്ഷൻസ്, പിന്നെ ഡേറ്റ, ഇത് രണ്ടും ഒരേ മെമ്മറിയിലാണ് സൂക്ഷിക്കുന്നത്. അത് കൈമാറ്റം ചെയ്യുന്നതും ഒരൊറ്റ സിസ്റ്റം ബസ് വഴിയാണ്. മിക്കവാറും നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലൊക്കെ ഈ ഒരു ഡിസൈനാണ് കാണുന്നത്. ഒരു തടസ്സം വരും. അതിനെ നമ്മൾ വോൺ ന്യൂമൻ ബോട്ടിൽ നെക്ക് എന്ന് വിളിക്കും. അതായത് ഒരേ സമയം ഡേറ്റയെ കൊണ്ടുവരാനും നിർദ്ദേശത്തെ കൊണ്ടുവരാനും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വേഗത കുറയും. എന്നാലും ഇതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഡിസൈൻ വളരെ ലളിതമാണ്. സ്റ്റോർഡ് പ്രോഗ്രാം എന്ന ആശയം, അതായത് പ്രോഗ്രാമുകൾ മെമ്മറിയിൽ സൂക്ഷിച്ച് പ്രവർത്തിപ്പിക്കുക എന്നത് ഇതിൻ്റെ ഒരു വലിയ സംഭാവനയാണ്. എന്നാൽ ഹാർവാർഡ് ആർക്കിടെക്ചറിലെ അങ്ങനെയല്ല. അത് കുറച്ച് വ്യത്യസ്തമാണ്. അവിടെ ഡേറ്റയ്ക്ക് വേറെ മെമ്മറി, വേറെ ബസ്, അതുപോലെ ഇൻസ്ട്രക്ഷൻസിനും വേറെ മെമ്മറി, വേറെ ബസ്. അപ്പോൾ ഒരേ സമയം നിർദ്ദേശങ്ങൾ എടുക്കാനും ഫെച്ച്, അതേസമയം ഡേറ്റയിൽ പ്രവർത്തിക്കാനും CPU-ന് സാധിക്കും. ഇത് പൈപ്പ്ലൈനിംഗ് പോലെയുള്ള ടെക്നിക്കുകൾക്ക് ഭയങ്കര സഹായകമാണ്. അതായത് നിർദ്ദേശങ്ങൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓവർലാപ്പ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ വേഗത കൂടും, അല്ലേ? അതെ. പൈപ്പ്ലൈനിംഗ് എളുപ്പമാവും, പെർഫോമൻസ് കൂടും. പക്ഷേ ഡിസൈൻ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സ്, ഈ DSP-കളിലൊക്കെയാണ്. പിന്നെ മൈക്രോ കൺട്രോളേഴ്സിലും. പലപ്പോഴും ഇപ്പോൾ കാണുന്നത് ഒരു മോഡിഫൈഡ് ഹാർവാർഡ് ആർക്കിടെക്ചർ ആണ്. അതായത് ഡേറ്റയ്ക്കും ഇൻസ്ട്രക്ഷനും വെവ്വേറെ ക്യാഷ് മെമ്മറി ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ വോൺ ന്യൂമന്റെ ലാളിത്യവും കിട്ടും, ഹാർവാർഡിന്റെ വേഗതയുടെ ഒരു അംശവും കിട്ടും. ഓക്കെ, അടുത്തത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ, ISA. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു പ്രോസസ്സറിന് മനസ്സിലാവുന്ന കമാൻഡുകളുടെ ഒരു സെറ്റ്, ഒരു ഭാഷ പോലെ. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇന്റൽ x86, ARM, MIPS. ഇതൊക്കെ ഓരോ തരം ISA-കളാണ്. ഓരോ ISA-യിലും ഈ കണക്കുകൂട്ടലുകൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ, ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ, പ്രോഗ്രാമിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അങ്ങനെയുണ്ടാവും. ഈ ISA എന്നതിനെ കുറച്ചുകൂടി വലിയൊരു ചിത്രത്തിൽ കണ്ടാൽ അതിന്റെ താഴെയാണ് മൈക്രോ ആർക്കിടെക്ചർ വരുന്നത്. ISA എന്നത് ഒരു നിയമം പോലെയാണ്, ഒരു സ്പെസിഫിക്കേഷൻ. മൈക്രോ ആർക്കിടെക്ചർ എന്നത് ആ നിയമം ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രോസസ്സർ ഉണ്ടാക്കുന്നു എന്നതാണ്. അതായത് ഒരേ ISA ഉപയോഗിച്ച് വ്യത്യസ്തമായ മൈക്രോ ആർക്കിടെക്ചറുകൾ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇന്റലും AMDയും രണ്ടും x86 ISA ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവരുടെ പ്രോസസ്സറുകളുടെ ഉള്ളിലെ ഡിസൈൻ, അതായത് മൈക്രോ ആർക്കിടെക്ചർ, വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പെർഫോമൻസിൽ വ്യത്യാസം വരുന്നത്. ഒരേ സോഫ്റ്റ്വെയർ രണ്ടിടത്തും ഓടാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ അതാണ് ISA. ഇനി റിസ്കിലേക്ക് വരാം. റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് വളരെ ലളിതമായ കുറഞ്ഞ എണ്ണം ഇൻസ്ട്രക്ഷൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ഫോണിലുള്ള ARM കോറുകൾ നല്ല ഉദാഹരണമാണ്. ഓരോ ഇൻസ്ട്രക്ഷനും ഏകദേശം ഒരു ക്ലോക്ക് സൈക്കിളിൽ തീർക്കാൻ ശ്രമിക്കും. അപ്പോൾ ഹാർഡ്വെയർ സിമ്പിളാവും. ഇതിന്റെ ഓപ്പോസിറ്റാണ് CISC, അതായത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അവിടെ ഓരോ ഇൻസ്ട്രക്ഷനും ചിലപ്പോൾ കുറേയധികം കാര്യങ്ങൾ ചെയ്തേക്കാം. ശരിയാണ്. റിസ്കിന്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ പറഞ്ഞ പോലെ കുറഞ്ഞ ലളിതമായ ഇൻസ്ട്രക്ഷൻസ്. രണ്ട്,
കാര്യക്ഷമമായ പൈപ്പ് ലൈനിങ്. 3 ധാരാളം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ഈ രജിസ്റ്റേഴ്സ് പ്രോസസ്സറിനുള്ളിലെ വളരെ വേഗതയേറിയ മെമ്മറിയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ. അതായത് കണക്കുകൂട്ടലുകളൊക്കെ നടക്കുന്നത് ഈ രജിസ്റ്റേഴ്സിൽ വെച്ചാണ്. മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കണമെങ്കിൽ ലോഡ് ഇൻസ്ട്രക്ഷൻ വേണം, തിരിച്ചു വെക്കണമെങ്കിൽ സ്റ്റോർ ഇൻസ്ട്രക്ഷൻ വേണം. ഈ ലാളിത്യം കാരണം പ്രോസസ്സർ ഡിസൈൻ എളുപ്പമാവുന്നു, ചെലവ് കുറയുന്നു, പിന്നെ വളരെ പ്രധാനമായി പവർ കുറച്ചു മതി. അതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ ARM പോലെയുള്ള റിസ്ക് ചിപ്പുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ബാറ്ററി ലൈഫ് ഒരു വലിയ ഘടകമാണല്ലോ അവിടെ. തീർച്ചയായും. ഇനി കമ്പ്യൂട്ടറിന്റെ വേഗത കൂട്ടാൻ ഒരു ഘട്ടത്തിൽ ക്ലോക്ക് സ്പീഡ് മാത്രം കൂട്ടുന്നത് പ്രായോഗികമല്ലാതായി. അപ്പോഴാണ് മൾട്ടി പ്രോസസർ, മൾട്ടി കോർ ആർക്കിടെക്ചറുകൾ വന്നത്. മൾട്ടി പ്രോസസർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ ഒന്നിൽ കൂടുതൽ CPU-കൾ. മൾട്ടി കോർ എന്ന് പറഞ്ഞാൽ ഒരു CPU ചിപ്പിന്റെ ഉള്ളിൽ തന്നെ ഒന്നിലധികം പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, അതായത് കോറുകൾ. ഇപ്പൊ നമ്മൾ ക്വാഡ് കോർ, ഒക്ട കോർ എന്നൊക്കെ കേൾക്കാറില്ലേ? അതാണ് സംഭവം. അതെ, ഇത് രണ്ടും നമുക്ക് ഹാർഡ്വെയർ പാരലലിസം തരും. അതായത് ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ഹാർഡ്വെയർ ലെവലിൽ ചെയ്യാൻ പറ്റും. ഫ്ലിൻസ് ക്ലാസിഫിക്കേഷൻ വെച്ച് നോക്കിയാൽ ഇത് രണ്ടും MIMD കാറ്റഗറിയിൽ വരും. മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ, മൾട്ടിപ്പിൾ ഡാറ്റ. അതായത് ഒരേ സമയം പല ഇൻസ്ട്രക്ഷനുകൾ പല ഡേറ്റാ സെറ്റുകളിലും പ്രവർത്തിപ്പിക്കാൻ കഴിയും. നിങ്ങളൊരു ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരേ സമയം പല കാര്യങ്ങളും നടക്കുന്നില്ലേ? അതിനു പിന്നിൽ ഈ മൾട്ടി കോർ ടെക്നോളജിയാണ്. ശരിയാണ്. ഇനി അവസാനമായിട്ട് മൊബൈൽ ആർക്കിടെക്ചർ. ഇന്നത്തെ സ്മാർട്ട് ഫോണുകൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ കമ്പ്യൂട്ടറുകൾ തന്നെയാണ്. സാധാരണ കമ്പ്യൂട്ടറിലെ ഭാഗങ്ങൾ കൂടാതെ ഒരു മൊബൈൽ CPU-വിൽ സാധാരണയായി 2 പ്രധാന പ്രോസസ്സിംഗ് യൂണിറ്റുകൾ കാണും. ഒന്ന് നമ്മുടെ കോളുകളും ഡാറ്റ കണക്ഷനും ഒക്കെ മാനേജ് ചെയ്യാൻ, അതിനെ കമ്മ്യൂണിക്കേഷൻസ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയാം. മറ്റൊന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ, അത് അപ്ലിക്കേഷൻസ് പ്രോസസ്സിംഗ് യൂണിറ്റ്. അതെ, അതോടൊപ്പം ഡിസ്പ്ലേ കൈകാര്യം ചെയ്യാൻ, മെമ്മറി മാനേജ് ചെയ്യാൻ, പവർ മാനേജ് ചെയ്യാൻ, ഡാറ്റ മാനേജ് ചെയ്യാൻ ഒക്കെ പ്രത്യേക യൂണിറ്റുകളുണ്ടാവും. ഇതെല്ലാം കൂടി ഒരു മൊബൈൽ കൺട്രോൾ യൂണിറ്റിന്റെ കീഴിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഊർജ്ജക്ഷമതയാണ്, പവർ എഫിഷ്യൻസി. വളരെ കുറഞ്ഞ പവറിൽ ബാറ്ററിയിൽ കൂടുതൽ നേരം പ്രവർത്തിക്കാൻ പറ്റണം. അതാണ് മൊബൈൽ ആർക്കിടെക്ചറുകളുടെ ഒരു പ്രധാന ലക്ഷ്യം. അപ്പോ നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന ഡിസൈനുകളായ വോൺ ന്യൂമൻ, ഹാർവാർഡ്, പിന്നെ പ്രോസസ്സറുകളുടെ ഭാഷയായ ISA, അതുപോലെ റിസ്ക് എന്ന ലളിതമായ സമീപനം, പിന്നെ പെർഫോമൻസ് കൂട്ടാനുള്ള മൾട്ടി പ്രോസസ്സർ, മൾട്ടി കോർ രീതികൾ, നമ്മുടെ മൊബൈലുകളിലെ പ്രത്യേക ആർക്കിടെക്ചർ, ഒരു ചെറിയ ബോട്ടിൽനെക്ക് മുതൽ ഒരു ചിപ്പിൽ ഒരുപാട് കോറുകൾ വരെ. ഇതെല്ലാമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ മുതൽ വലിയ ഡേറ്റാ സെന്ററുകളിലെ സെർവറുകൾ വരെ പ്രവർത്തിപ്പിക്കുന്നതിന് പിന്നിലെ അടിസ്ഥാന തത്വങ്ങൾ. ശരിയാണ്. ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നയിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ AI ജോലികൾ ചെയ്യാൻ വേണ്ടി AI ആക്സിലറേറ്റേഴ്സ് പോലുള്ള പ്രത്യേക ഹാർഡ്വെയറുകൾ വരുന്നത്. സാധാരണ CPU-കൾക്കൊപ്പം ഇവയും ഉപയോഗിക്കുന്നു. അപ്പോൾ ഭാവിയിൽ ഇതുപോലുള്ള സങ്കീർണമായ ജോലികൾക്കു വേണ്ടി ഈ അടിസ്ഥാന ആർക്കിടെക്ചറുകൾ എങ്ങനെ മാറും? അതോ ഇവയെല്ലാം പല രീതിയിൽ സംയോജിപ്പിച്ച് പുതിയ തരം ഹൈബ്രിഡ് ആർക്കിടെക്ചറുകൾ വരുമോ? നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ഉപകരണത്തിനകത്തും നടക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇതൊരു നല്ല അവസരമാണ്.